ഹായ്. അപ്പോൾ പൈനാപ്പിളിന് ശേഷം ഞാനിത് തണ്ണിമത്തനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തണ്ണിമത്തൻ എന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർമെലൺ. ഈ തണ്ണിമത്തന് ഒരുപാട് പേരുണ്ട് തോന്നുന്നു അല്ലേ? ബത്തക്ക അങ്ങനെ എന്തൊക്കെയോ പറയും തോന്നുന്നു. നമ്മുടെ ഇവിടെ തണ്ണിമത്തൻ എന്നാണ് കേട്ടോ പറയാം. ഇപ്പോൾ ഈ തണ്ണിമത്തൻ തന്നെ എന്തൊക്കെ വെറൈറ്റീസ് ആണല്ലേ. ഇപ്പോൾ ഇത് യെല്ലോൻ്റെ ഉള്ളിൽ റെഡിൻ്റെ ഉള്ളിൽ ഇനി യെല്ലോ ആയിട്ടുള്ളതുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന സ്റ്റൈൽ കണ്ടോ. ഈ സ്റ്റൈൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റേജും കുറവാണ്. നമ്മൾ സാധാ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് വേസ്റ്റായി പോകുന്നു. അതില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. ഞാനെന്നപ്പോൾ ഉണ്ടാക്കാൻ പോണത് മൊഹബത്ത് കാ സർബത്ത് ആണ് കേട്ടോ. അതൊരു നല്ല റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്കുമാണ്. പിന്നെ ഇപ്പോൾ ഈ നോമ്പൊക്കെ ആയത് കാരണം എല്ലാവരും ഇഫ്താറിന് ഉണ്ടാക്കുന്നൊരു ഡ്രിങ്കാണെന്ന് തോന്നുന്നു. എല്ലാ വീട്ടിലും വാട്ടർമെലൻ്റെ ഒരു ഡ്രിങ്ക് അതെന്തായാലും ഉണ്ടാവില്ലേ. അത് നമ്മൾ ഈ തണ്ണിമത്തനൊക്കെ കുനുകുനാന്ന് അരിഞ്ഞു കേട്ടോ. ഈ തണ്ണിമത്തനും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും അതുപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്തു കേട്ടോ. ആ പാത്രത്തേക്ക് നമുക്ക് വേണ്ടത്ര പാല്, ഞാൻ ആ ഒരു പാക്കറ്റ് മുഴുവൻ പാലെടുത്തു കേട്ടോ. പാലെടുത്തു. ഞാൻ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പാലിൻ്റെ കട്ടി അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട് നമ്മുടെ പാകത്തിന് കേട്ടോ. ഈ പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി മധുരം പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയൊക്കെ ഇടുക കേട്ടോ. അല്ലെങ്കിൽ മധുരം അങ്ങനെ പിടിക്കില്ല. ഈ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഇടുന്നവരും ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ പഞ്ചസാരയുള്ളൂ, അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇട്ടു. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഈ പാലിൻ്റെ ടേസ്റ്റ് ഒന്നും അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറാനും ഇതിന് കളർ വരാനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അങ്ങനെ ഒഴിച്ചിട്ട് ഞാനിത് ഒഴിച്ച പാടെ വിചാരിച്ചത് ഇത് കലക്കിയ പാടെ നല്ല പിങ്ക് കളർ വരും എന്നൊക്കെയാണ് കേട്ടോ. പക്ഷെ അങ്ങനെ കളറൊന്നും വന്നില്ല. മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ കലങ്ങിയില്ല എന്നാട്ടോ അപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വീണ്ടും ഒഴിച്ചു, വീണ്ടും കലക്കി. എന്നിട്ടും ആ കളർ വരുന്നില്ല ഗൈസ്. ഞാൻ ഇളക്കുമ്പോൾ കണ്ടു ഒരു പിങ്ക് കളർ വരുന്ന ആ കളറായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എത്ര കലക്കിയിട്ടും അത് വരുന്നില്ല. പിന്നെയും ഞാൻ കലക്കി, പിന്നെ ഒഴിച്ച് അവസാനം ഒരു ചെറിയൊരു കളർ മാറ്റമൊക്കെ വന്നപ്പോൾ ഞാനത് നിർത്തിയിട്ട് ഞാനിനി അതിലേക്ക് വാട്ടർമെലൺ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാട്ടർമെലൺ ഞാൻ അതിലേക്ക് ഇട്ടപ്പോൾ ഉണ്ട് ഗൈസ് അതിൻ്റെ കളർ മാറുന്നു. ശരിക്കും ഇത് വാട്ടർമെലൺ ഇട്ടതിന് ശേഷം വേണമായിരുന്നു ആ സിറപ്പ് ഒഴിക്കാൻ. അപ്പോൾ നമുക്ക് കളർ പെട്ടെന്ന് തന്നെ കിട്ടുമായിരുന്നു. ഞാൻ വെറുതെ കുറേ ടെൻഷനല്ല, കുറച്ച് സങ്കടം വന്നു എനിക്ക് ആ കളർ വരാത്തതിൽ. അങ്ങനെ നമ്മൾ വാട്ടർമെലൺ എല്ലാവർക്കും തട്ടിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ അരിഞ്ഞത് കുറച്ച് വലിയ പീസായിപ്പോയി. ഒന്നും കൂടി ചെറുതാവുമായിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു കേട്ടോ. അങ്ങനെ അരിഞ്ഞ് അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇവിടെ പനിയൊക്കെ ഉള്ളവരുള്ളത് കാരണം നമ്മൾ തണുപ്പിക്കാതെ തന്നെ അവർക്ക് കൊടുത്തു. എനിക്കുള്ളത് ഞാൻ നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഞാനതൊന്ന് കഴിച്ചു നോക്കി. നല്ല റിഫ്രഷ്മെൻറ്റാണ് കേസ്. നല്ല റീഫ്രഷ്മെൻറ്റാണ്. അതുപോലെ തന്നെ എനിക്ക് പാലിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല. ആ സിറപ്പ് ഒഴിച്ച കാരണം ആ പാലിൻ്റെ ടേസ്റ്റും വരുന്നില്ല. എന്നെപ്പോലെ പാലിഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാം കേട്ടോ. ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. നല്ല ടേസ്റ്റും ഉണ്ട് ഗൈസ്.